നീ എന്താ പോവാത്തെ? ഇനി വൈകിക്കണ്ട, പോവാൻ നോക്ക്. വണ്ടിക്കൂലി കാശുണ്ടോ എന്റെ? ഇവിടുന്ന് നേരെ എന്നാ ബോട്ട് കിടവാ. അവിടുന്ന് എങ്ങോട്ട് പോകാനും ബോട്ട് കിട്ടും. വാങ്ങടി. രാത്രി മാഞ്ഞതേ ഇന്നലെ ഒട്ടും ഇറങ്ങിയ കോളില്ല. മോന്തയൊക്കെ വീങ്ങിയിരിക്കുന്നു. എന്നാ പിന്നെ ഇന്നലെ ഒരുപാട് മോന്തിയതിന്റെ വാട്ടമായിരിക്കും. എവിടായിരുന്നല്ലോ അത്ര നേരം? ഒരു ജോലി പറഞ്ഞേൽപ്പിച്ചാ പിന്നെ ചെയ്യണ്ടായോ? ആര് പറഞ്ഞു? കൊച്ചാട്ടൻ. എന്ത് ജോലി? ചന്തയിൽ പോയി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് കൊടുത്തു. രാവിലത്തെ കട്ടൻ കാപ്പിക്ക് പൊടിയും പഞ്ചാരയും കാർത്തിത്തള്ളയുടെ കടം മേടിച്ചു. ഇനി ഊണിന് അരിയും കൂടെ കടം മേടിക്കാന്ന് വെച്ചാ ചെറ്റത്തരവല്ലേ കൊച്ചാട്ടാ? അപ്പൊ അവള് പോയിട്ടില്ല. അവള് പറഞ്ഞ പോയി ഇതൊക്കെ വാങ്ങിച്ചോണ്ടിരാൻ. ഒരു മിണ്ടാ പ്രാണി എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചു. നാക്കെടുക്കാൻ വയ്യെങ്കിൽ എന്താ, നല്ല ലക്ഷണമുള്ള കൊച്ച, മഹാലക്ഷ്മി തന്നെ. എത്ര കാലമായി കൊച്ചാട്ടാ നല്ലൊരു ഊണുണ്ടിട്ട് ഷാപ്പിൽ നിന്ന് ഞണ്ണി മടുത്തു. എന്നാ പിന്നെ ഒട്ടും താമസിപ്പിക്കണ്ട, ഏറ്റവും വലുതെണ്ണം വീശിയിട്ട് നമുക്ക് ഷടാന്ന് വീട്ടിലോട്ടില്ല. എന്താ അവൻ 16 ഊമേ. എന്റെ കുഞ്ഞ് എന്താ ഈ കാണിക്കുന്നേ? അന്നത്തേലാണോ ചവിട്ടി കളിക്കുന്നേ? നോക്കൊന്നും വേണ്ട, വിളിക്കേണ്ടവര് വിളിച്ചിട്ട് തന്നെ ഞാൻ വന്നത്. ഞാൻ കുഞ്ഞ് പൊറപ്പിക്കാൻ കൊണ്ടുവന്ന പെണ്ണ് വിളിച്ചാ ഞാൻ വരാണ്ടിരിക്കൂ? പൊറപ്പിക്കാനോ? ആരും അറിഞ്ഞില്ലാന്ന് വിചാരിച്ചോ കൊച്ചാട്ടൻ? ഈ കര മുഴുവൻ പാട്ടായി, ഇവിടെ ഒരാള് മാത്രം ഒന്നും അറിഞ്ഞില്ല. കള്ളാ. അമ്മേ എന്തുവാടി? ആ ഇറച്ചിക്ക് തേങ്ങാപ്പാലത് മതിയോ നോക്കിയേ. ഇനി കൊണ്ടു. അയ്യടാ, പാവമാണല്ലോ, പോട്ടേന്ന് വിചാരിച്ചപ്പോ മിടുക്ക് കാണിക്കുന്നു. നീ നിന്റെ സംഘങ്ങളോടെ ഉണ്ടാച്ചാ മതി. ഉണ്ട് കഴിഞ്ഞാൽ ഉടനെ സ്ഥലം വിട്ടോണം. വേറെ ജോലി ഉണ്ടാക്കണ്ടേ? ചേടായി. വിശപ്പുള്ളവരുണ്ണും, അല്ലാത്തവര് പോവും. അവിടെ തൊഴി വെച്ചാൽ കടനം. തൊഴിച്ചാ ഞാൻ കൊള്ളും. തൊഴി കൊണ്ടാൽ ഡയമണ്ട് ചട്ടപ്പി ഉണ്ടായിട്ടേ പോകത്തുള്ളൂ. കുഞ്ഞേ, കുഞ്ഞിനിഷ്ടമല്ലെങ്കിൽ ഊണ് കഴിയുമ്പോ അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. പാവമുണ്ട് കൊച്ചാട്ടാ, ആ കൊച്ചവിടെ വന്ന് കരയുന്നു. ഊണ് കഴിഞ്ഞിട്ട് അവളങ്ങ് പൊക്കോളും. കൊച്ചാട്ടൻ ഉണ്ടില്ലെങ്കിൽ അവൾ ഉണ്ണത്തില്ല, ഞങ്ങളും. വാ കൊച്ചാട്ടാ, വന്ന് ഉണ്ടേച്ചു പോ, ഞാൻ വിളമ്പിത്തരാം. വാ വാ മക്കളെ. തേങ്ങാപ്പാലൊഴിച്ച് വറ്റിച്ച് ഇറച്ചിക്കറിയും കൊടമ്പുളിയിട്ട്
വറുത്തരച്ച മീൻ കറിയും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള, അല്ലാതെ ജീവിതത്തിൽ ആദ്യമായിട്ടാണേ. കൈപ്പുണ്യം എന്ന് വെച്ചാ അതാ. അതെ അതെ അതെ. എനിക്കും ഉണ്ടല്ലോ ദൈവമേ ഒരെണ്ണം. കൈ കൊണ്ട് തൊട്ട വായെ തൊട്ട് വഴിതിരിയാൻ കൊള്ളത്തില്ല. ആ പറഞ്ഞ നേരെ തള്ളേ. തമാശ വേണ്ട. കുറച്ച് മോരും കുറച്ച് ചോറും ഇങ്ങോട്ട് വീശ. ഇനിയും വീശിയാലേ വയറ് സ്തംഭിക്കും. ആ സ്തംഭന ഒഴിവാക്കാനാണ് എല്ലാത്തിനും മേലെ രസമോ മോരോ ഒഴിക്കുന്നത്. ഒരു പാട പോലെ കിടന്നോളൂ. ആവാം. രായമനെ എന്തോ അവള് പോയി കാണൂടാ. പിന്നെ പോകാതെ വരട്ടലിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? അവള് പോയി കാണും. അവൾ എവിടെ പോയി കാണൂടാ? ചത്ത കുഞ്ഞിന്റെ ഗ്രഹനില എന്തിനാ? അപ്പൊ അവളെ പറഞ്ഞു വേണ്ടായിരുന്നു അല്ലേടാ? വേണ്ടായിരുന്നു. കൈവിട്ടു പോയില്ലേ? ഊമക്കുട്ടി, 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 ഡ്രൈവറെ അവള് പോയടാ. പോട്ടെ, ഞാൻ പോവാൻ പറഞ്ഞ അവള് പോവാമോടാ. അങ്ങനെ പോയാ അതിന്റെ അർത്ഥം എന്തുവാ? എന്നോട് അവൾക്ക് സ്നേഹമില്ലെന്നല്ലേ? പോട്ടെ. ആലും അവള് പോയല്ലോടാ. ഓമക്കുട്ടി, നീ ഇന്നും പോണ്ട. ഇവിടെ നിന്നോ, നിന്നെ ഞാൻ വിടില്ല. ഓമക്കുട്ടി.